നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ പഠനത്തിലേക്ക് പോകാം. आइए हम प्रार्थना करके इस बाइबल अध्ययन की तरफ हम बढ़े. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്നത്തെ വേദപഠന ക്ലാസ്സിനെ കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കണേ. हमारे पिता परमेश्वर हमारे इस बाइबल अध्ययन को अब उसको ग्रहण कीजिएगा. സംസാരിക്കുന്ന അടിയങ്ങളെ ശുദ്ധീകരിക്കണം, ഞങ്ങളുടെ നാവുകളെയും അധരങ്ങളെയും ശുദ്ധീകരിക്കണം. हमें शुद्ध कीजिएगा, हमारे जीभों को, हमारे जुबान को, हमारे अधरों को आप शुद्ध कीजिएगा. കർത്താവേ, കേൾവിക്കാരുടെ ചെവികളെയും ഹൃദയങ്ങളെയും ശുദ്ധീകരിക്കണേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പ്രയോജനമാകണമേ. पिता परमेश्वर जो सुनते हैं उनकी आप उनके कानों को आप शुद्ध कीजिएगा ताकि आपके वचनों को वो समझ അത് पाए. യേശുവിന്റെ നാമത്തിൽ തന്നെ. वो यीशु मसीह के नाम से ആമേൻ. आमीन. ഇന്ന് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. आज प्रकाशित वाक्य 3 अध्याय और 1 से लेकर 6 वचन तक हम पढ़ेंगे. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങളെ 7 സഭാ കാലയളവുകളായി തിരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. हम लोग प्रकाशित वाक्य 2 और 3 अध्यायों को हम जब पढ़ते हैं तो सभा या कलीसिया के 7 समय काल को हम समझ सकते हैं. 7 നിലവിളക്കുകളാകുന്ന 7 സഭയുടെ നടുവിൽ മധ്യ കേന്ദ്രബിന്ദുവിൽ നിൽക്കുന്നവനായിരുന്നു യേശു. 7 वो जो सभा 7 जो तारे थे उनके बीच में खड़ा हुआ, उनका केंद्र बिंदु बन के खड़ा हुआ यीशु मसीह को हम എന്നാൽ 7-ാമത്തെ സഭയോട് 3-ാമത്തെ അധ്യായം 20-ാം വാക്യത്തിൽ പറയുമ്പോൾ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറയുന്നു. पर जब हम देखते हैं तो 7वीं कलीसिया को प्रभु यीशु ऐसे बोलते हैं कि मैं द्वार पे खड़ा होकर खटखटा रहा हूं. സഭയുടെ 7 കാലഘട്ടങ്ങളിലായി സഭയ്ക്കുണ്ടായ നഷ്ടവും സഭയ്ക്കുണ്ടായ വളർച്ചയും അതിൻ്റെ ലാഭവും അതിൻ്റെ നഷ്ടവും എല്ലാം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. जो 7 सभाओं को हम देखते हैं तो इतिहास में जो सभा या कलीसिया को जो फायदे हुए थे, जो नष्ट हुआ था, उसको हम देख सकते हैं. ഉള്ളിലായിരുന്ന ക്രിസ്തു എങ്ങനെ പുറത്തുപോയി എന്നതാണ് ഏറ്റവും പ്രധാനമായി നാം ചിന്തിക്കുന്നത്. जो यीशु मसीह हमारे दिल के अंदर थे वो बाहर कैसे चले गए उसको हम देखते हैं. അങ്ങനെ 4 കാലഘട്ടങ്ങളിലുള്ള ലേഖനങ്ങളെക്കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. वैसे 4 समय काल के बारे में हम 2 अध्याय में पढ़ते हैं. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ സഭയുമായി 5-ാം കാലഘട്ടവുമായി നമ്മൾ ആരംഭിക്കുക. जब हम 3 अध्याय में आते हैं तो 5वीं सभा और 5वें समय काल के बारे में हम पढ़ते हैं. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞു തുടങ്ങുന്നു. सरदीस के दूत को मैं लिखता हूं करके लिखा हुआ है. എല്ലാ ലേഖനങ്ങളും സഭയുടെ ദൂതനാണ് എഴുതി തുടങ്ങുന്നത്. हर लेखक को जब देखते हैं तो सभा के या कलीसिया के उस दूत को बोला जाता है. എഴുതി നിർത്തുമ്പോൾ എല്ലാ സഭയിലുമുള്ള എല്ലാവർക്കുമായി ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. और जब रुकता है तो ये कहते हैं कि जिसको कान है वो हर कलीसिया के जिसको कान है वो सुन पाए. ഈ സഭയോട് തന്നെത്താൻ യേശു പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ 7 നക്ഷത്രവും 7 ആത്മാവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. जब हम देखते हैं यहाँ पर कि यीशु मसीह अपने आप को इस कलीसिया में जब हम परिचय करते हैं अपना स्वयं, तो बोलते हैं कि परमेश्वर की 7 आत्माएं और 7 तारों को पकड़ के रखते हैं. എന്തുകൊണ്ടാണ് 7 ആത്മാക്കൾ എന്ന് പറയുന്നത്? क्यों है कि प्रभु ऐसे बोलते हैं कि 7 आत्माएं? ദൈവത്തിന് ഒരാത്മാവല്ലേ ഉള്ളോ? ഏക ആത്മാവല്ലേ ദൈവം? क्या प्रभु को सिर्फ एक आत्मा नहीं है, सिर्फ एक ही पवित्र आत्मा ही तो है? അതെ, ഏക ആത്മാവാണ്. പക്ഷേ ഇവിടെ 7 ആത്മാക്കൾ എന്ന് എഴുതിയിരിക്കുന്നു. हाँ, जरूर ये बात तो है कि एक ही आत्मा है, पर यहाँ पर हम देखते हैं 7 आत्माओं के बारे में लिखा है. പരിശുദ്ധാത്മാവിന് അനേക ജോലികളുണ്ട്. परिशुद्ध आत्मा या पवित्र आत्मा को कई सारे कार्यालय हैं. അല്പം കൂടെ മാന്യമായ ഭാഷയിൽ അദ്ദേഹത്തിന് അനേക ഓഫീസുകളുണ്ട്, അനേക ജോലികൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. हम देखते हैं अगर और एक अलग भाषा में बोले तो बहुत सारे काम उत्तरदायित्व उनके काफी सारे हैं. ഞാനൊരു ദൈവപൈതലെന്ന് എന്നോട് സാക്ഷ്യം പറയുന്നത് പരിശുദ്ധാത്മാവാണ്. मैं एक प्रभु का बेटा हूँ या प्रभु की बेटी हूँ करके जो गवाही है वो पवित्र आत्मा ही हमें देती है. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാകുവാൻ എന്നെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. जब मैं यीशु मसीह के बारे में सुनता हूँ तो मुझे समझ जो मिलती है वो पवित्र आत्मा के द्वारा ही യേശുവിനെ मिलती है. ഏറ്റുപറയുവാൻ എനിക്ക് ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. प्रभु यीशु मसीह के बारे में कबूल करना भी मेरे को पवित्र आत्मा ही सिखाती है. എന്നെ അഭിഷേകം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. मुझे जो अभिषेक मिलता है वो भी पवित्र आत्मा के द्वारा ही मिलता എന്നെ है. സകല സത്യത്തിലും നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. मुझे हर एक सत्य में चलाने वाला पवित्र आत्मा ही है. പരിശുദ്ധാത്മാവിന് അനേക ഓഫീസുകളുണ്ട്. पवित्र आत्मा को कई सारे कार्यालय हैं. 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ്. 7 जो है वो एक संपूर्णता को दिखाता है. ആത്മാവിന്റെ സമ്പൂർണ്ണത എൻ്റെ കൂടെ ഉണ്ട്. എല്ലാ ഓഫീസിലുമുള്ള ആത്മാവ് എന്നോട് കൂടെ വർക്ക് ചെയ്യുന്നു. आत्मा की संपूर्णता मेरे साथ है. हर एक कार्यालय में जो संपूर्णता है उसकी आत्मा मेरे साथ है. ചെറിയ ഓഫീസിൽ ഒരേ ക്ലർക്കിന് പല ഡ്യൂട്ടികൾ ഉള്ളതുപോലെ
छोटे छोटे कार्यालयों में हम देखते हैं कि एक क्लर्क जो है वो कई सारे काम करते हैं। തീരെ ചെറിയ ഓഫീസാണെങ്കിൽ ഒറ്റ ക്ലർക്കിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇടപെട്ടേ മതിയാകും. अगर बहुत ही छोटा ऑफिस या कार्यालय है तो हम देखते हैं एक ही व्यक्ति को बहुत सारे काम होते हैं, ये तो सब होते हैं। അല്പം കൂടെ വലിയതാണെങ്കിൽ ഒരു ക്ലർക്ക് 4-5 ജോലികൾ ചെയ്യണം. अगर थोड़ा सा उससे बढ़कर हो तो एक ही क्लर्क या एक ही व्यक्ति कई सारे 4 या 5 कार्यालयों को संभालते हैं। എന്നാൽ ഏത് ഓഫീസിലും ഏറ്റവും ഉയർന്ന ഓഫീസേഴ്സ് എല്ലാ കാര്യങ്ങളും നോക്കിയേ മതിയാകും. पर हम देखते हैं कि सबसे जो बढ़ के जो ऑफिसेस होते हैं या कलीसिया जो कार्यालय होते हैं उसमें जो सबसे उच्च स्थान में जो होते हैं वो सब कुछ संभालते हैं। ദൈവഗ്രഹത്തിലെ ഉന്നതനായ പരിശുദ്ധാത്മാവിന് 7 ആത്മാക്കളാണ് എല്ലാ ജോലിയും പൂർണ്ണതയിൽ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിച്ചേ മതിയാകും. सबसे उच्च जो हमारा प्रभु है उनकी पवित्र आत्मा को सारे कार्यालयों को संभालने का उत्तरदायित्व है। യേശു പറഞ്ഞു, ചെറുതും വലുതും ഞാൻ അറിയുന്നുണ്ട്, ദൈവത്തിന്റെ 7 ആത്മാവും എൻ്റെ കയ്യിലാണ്. यीशु मसीह कहते हैं कि छोटा और बड़ा मैं सब कुछ जानता हूँ, प्रभु यीशु मसीह के साथ पवित्र आत्माएं हैं। ഒന്നാം സഭയെയും ഒടുവിലത്തെ സഭയെയും സകല സഭകളെയും എനിക്കറിയാം. पहले सभा, 7वीं सभा, हर सभा को मैं अच्छे से जानता हूँ। 7 നക്ഷത്രവും എൻ്റെ കയ്യിൽ തന്നെയാണ്. 7 तारे जो हैं वो मेरे हाथों में ही हैं। ഇവിടെ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. यहाँ पर कहते हैं कि मैं तुम्हारे कर्मों को जानता हूँ। ദൈവം നമ്മുടെ കാര്യങ്ങളെ അറിയുന്നവനാണ്. प्रभु हमारे कामों को, हमारी चीजों को जानता है। ഒന്നാമത്തെ സഭയോട് പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത എന്നിവ അറിയുന്നുണ്ട്. पहले कलीसिया से बोलते हैं कि मैं तुम्हारे कामों को, तुम्हारे जो चीजों को, मैं तुम्हारे हर चीजों को अच्छे से जानता हूँ। ഇവിടെ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. यहाँ पर हम देखते हैं तो प्रभु बोलते हैं कि मैं तुम्हारे काम को अच्छे से जानता हूँ। ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. तुम अपने आप को जीवित तो कहते हो पर तुम मरे हुए हो। പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഒരുവനിലുള്ള ജീവൻ ദൈവം കണക്കാക്കുന്നത്. वो जो काम जो करता है एक मनुष्य, उसके अടിസ്ഥാन या उसके पृष्ठभूमि पे ही होता है कि एक मनुष्य के जीवित होने या मरने पे प्रभु उसको परिभाषा देते നാം हैं। രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. हम जरूर जब उद्धार पाते हैं तो अपने विश्वास के द्वारा ही पाते हैं। രക്ഷയ്ക്ക് നമ്മുടെ യാതൊരു പ്രവൃത്തിയും കാരണമല്ല. हमारे उद्धार के लिए कुछ कामों का कोई अर्थ नहीं बनता है। രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് നാം ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. जब हम उद्धार पाते हैं तो हम जीवन की तरफ प्रवेश करते हैं। നാം ജീവനിൽ വളരണമെങ്കിൽ, ജീവനിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തീയ പ്രവൃത്തികൾ ഉണ്ടെങ്കിലേ മതിയാകൂ. पर अगर जीवन में हमें बढ़ना है और जीवन में स्थापित होना है तो हम लोग को प्रभु यीशु मसीह में काम करना जरूरी है। ഞാൻ കേട്ടിട്ടുള്ളിടത്തോളം ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ ശ്വാസം എടുത്ത ശേഷം ആ കുഞ്ഞ് കരയും. हम जानते हैं, मैंने सुना भी ऐसा है कि जब एक बच्चा पैदा होता है तो उसके रोने पर ही वो जीवित है करके वो शुरू होता है ആ उसका കുഞ്ഞിന് जीवन। ജീവൻ ഉണ്ട്. അമ്മയുടെ ഉള്ളിലെ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു. उसको उसको उस बच्चे को जीवन था जब वो अपने माँ की कोख में था, तभी भी उसमें जीवन था। അതിന്റെ ശ്വാസോച്ഛ്വാസം നടന്നത് അമ്മ മുഖേനയാണ്. उसको जो श्वास लेना शुरू हुआ था वो उसकी माता के द्वारा ही था। ഇപ്പോൾ സ്വതന്ത്ര ലോകത്തിൽ നിന്ന് ആദ്യത്തെ ശ്വാസം എടുത്ത് ആദ്യമായി ഇവിടുത്തെ ശ്വാസത്തിൽ ആ കുഞ്ഞ് ജീവിക്കുവാൻ തുടങ്ങുന്നു. और पर जब वो स्वतंत्र लोक में आता है, इस दुनिया में आता है, तो वो खुद वो श्वास लेके अपने जीवन को शुरू करता है। ആത്മാവിനാൽ വീണ്ടും സൗജന്യമായി വീണ്ടും ജനിച്ച ദൈവത്തിന്റെ പൈതലെ നാം ജീവിച്ചു തുടങ്ങുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. आत्मा के द्वारा जो संपूर्ण जीवन जो और अधिकायत में जो जीवन मिला है उसके बारे में हम यहाँ पढ़ते हैं। ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാകും. यहाँ पर हम देखते हैं प्रभु बोलते हैं कि मैं तुम्हारे कामों को जानता हूँ कि तू जीवन तो कहलाता है, जीवित तो कहलाता है, पर हे तू मरा हुआ है। ആകയാൽ ദൈവിക ഇൻസ്ട്രക്ഷൻ ഉണർന്നുകൊള്ളുക. पर प्रभु का आदेश यह है कि जागृत हो। ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തുന്നത് പോലെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഉണർന്നുകൊള്ളുക. एक सोते हुए व्यक्ति को उठाने के समान प्रभु बोलते हैं जागृत हो। ചാവാറായ നിന്റെ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. जो तुम्हारे जो भी विशेषताएं हैं, जो भी रहते वस्तु जो मरने वाले हैं, उसको तुम जी उठाओ। എങ്ങനെയാണ് നീ ചാകാറായത്? तुम कैसे मरने की अवस्था में आए? ഞാൻ ആ അവസ്ഥയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. मैं उस अवस्था की तरफ मुड़ के देखना चाहता हूँ। സഭയുടെ ഒന്നാം കാലഘട്ടത്തിൽ ജീവനുള്ളവനായിരുന്നു, 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനായ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവനായിരുന്നു. जब हम शुरुआत में देखते हैं, दूसरे अध्याय में, पहले सभा में देखते हैं कि प्रभु यीशु मसीह 7 तारों के बीच में खड़े होकर उनको नेतृत्व देते थे। എന്നാൽ ആദ്യത്തെ സഭയിൽ തന്നെ തന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. पर हम देखते हैं कि पहले सभा में ही वो अपना पहला प्यार खो देते हैं। രണ്ടാം സഭയിൽ സാത്താന്റെ പള്ളിക്കാരകത്തു വന്നു. दूसरे सभा में हम देखते हैं कि शैतान के जो लोग थे वो लोग कलीसिया के अंदर घुस बैठे। അകത്തു വന്നവർ ദൂഷണം പറഞ്ഞു. अंदर आके वो प्रभु निंदा करना शुरू किए। മൂന്നാമത്തെ സഭയിൽ സാത്താനും
കയറി സാത്താൻ പാർത്തു. तीसरे सभा में हम देखते हैं कि शैतान भी खुद आके बैठ जाता है और वो भी रहने लग जाता അവിടെ है. സാത്താനും അവന്റെ സിംഹാസനം വെച്ചു. देखते हैं कि शैतान अपने सिंहासन को वहां खड़ा कर देता മൂന്നാം है. സഭയിൽ അവന്റെ സിംഹാസനം ഉറപ്പിക്കേണ്ടതിന് വേണ്ടി അവൻ ബിലെയാമിന്റെ ഉപദേശം പിടിക്കുന്നവരെ, വേർപാട് ലംഘിക്കുന്നവരെ അകത്തു കൊണ്ടുവന്നു. तीसरे सभा में हम देखते हैं कि अपने सिंहासन को स्थापित करने के लिए वो बिलाम के आदेशों को लेके आता है ताकि जो जो लोग पवित्र जीवन जीते हैं उनको उधर से वो हटा सके. വേർപാട് സൂക്ഷിക്കുക എന്നത് ദൈവസഭയുടെ പ്രവർത്തനമായിരുന്നു, പ്രയത്നമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് സഭയ്ക്ക് കേടുവന്നു തുടങ്ങി. पवित्रता का एक जीवन बिताना वो जो कलीसिया के स्थापित करने वाली चीजों में से एक था, पर हम यहाँ देखते हैं कि वो उधर से वो हट रहे हैं. അതോടുകൂടെ തന്നെ നിക്കലോവിയരുടെ ഉപദേശം പ്രസംഗിക്കുന്നവർ സഭയ്ക്കകത്ത് വന്നു. उसी के साथ साथ निकलाओ के आदेशों को सिखाने वाले कुछ कुछ लोग सभा के अंदर आए. മൂന്നാം സഭയാണ് സഭയെ ഏറെക്കുറെ മരണത്തിന്റെ വാക്കുവരെ തള്ളിവിട്ടത്. तीसरा जो समय काल था वो देखते हैं कि कलीसिया को मृत्यु की तरफ और बढ़ा के ले गया. നാലാം സഭയിൽ ഇസബേൽ അനുവദിക്കപ്പെട്ടു. चौथे सभा में हम देखते हैं कि इसाबेल को अंदर आने की अनुमति मिली. ഇസബേലിനോടുകൂടെ വ്യഭിചരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സഭയ്ക്കകത്തായി. और हम देखते हैं कि इसाबेल के साथ व्यभिचार करने वाले कुछ कुछ लोग सभा के अंदर घुस അവരുടെ बैठे. മക്കൾ സഭയ്ക്കകത്ത് ജനിച്ചു വീണു. उनके बच्चे लोग भी सभा के अंदर आ बैठे. അക്ഷരാർത്ഥത്തിൽ സഭ ചാകാറായി ശേഷിപ്പായി മാറി. अगर ध्यान से देखें तो ये वास्तविक रूप में सभा की मृत्यु की तरफ हम ध्यान दे सकते ഇങ്ങനെയാണ് हैं. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനായത്. इसलिए ही यहाँ पर हम देखते हैं यीशु मसीह कहते हैं कि तू जीवित तो कहलाता है पर तू मरा हुआ है. എന്തുകൊണ്ടാണ് ജീവനുള്ളവനെന്ന പേര്? क्यों है ऐसा नाम कि तू जीवित है? അവിടെയും ഇവിടെയും കുറച്ചുപേർ ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. അവരർ ഈ ജീവിക്കുന്നവരുടെ കെയർ ഓഫിൽ മുതലെടുത്തു പോകുകയാ. हम देखते हैं कि कुछ कुछ लोग हैं जो ऐसे विश्वस्त जीवन जीते हैं और उनके कारण हम यहाँ पर देखते हैं कि जीवित है करके ഇന്ന് नाम आता ലോകത്തിൽ है. കാണുന്ന നമ്മുടെ സമൂഹത്തെ കുറിച്ച് ഒരു സംസാരം പൊതുവിലുണ്ട്. अगर आज के इस दुनिया के हिसाब से, अगर उसके इस समूह के हिसाब से अगर हम देखें, 80-20 റേഷ്യോ എന്നതിനെ വിളിക്കും. 80-20 എന്നൊരു റേഷ്യോ. 80 और 20 का एक रेशियो हम देखते हैं वहां पर खड़ा होता है. 80% ആളുകളും അധികം ജോലി ചെയ്യുന്നവരല്ല. 20% ആളുകളുടെ ജോലിയിൽ ആശ്രയിച്ച് 80% ആളുകൾ ജീവിക്കുക. 80% लोग जो है वो ज्यादा काम नहीं करते हैं. जो 20% लोग जो काम करते हैं उनके ऊपर निर्भर करके अपनी दिनचर्या चलाते 20% हैं. ആളുകളാണ് അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നത്. 20% या 20% लोग जो है वही है जो अपने बुद्धि को इस्तेमाल करते ആ हैं. 20%ത്തിന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചാണ് 80% ജീവിക്കുന്നത്. उन 20% लोगों के बुद्धि पे आश्रय करके है जो बचे हुए 80% लोग अपना जीवन बिताते हैं. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ. तू जीवित अपने नाम लेता है पर तू मरा हुआ है. പൊതുലോകത്തിൽ 80-20 റേഷ്യോയിൽ ജീവിച്ചു പോകുവാൻ കഴിയും. जब देखते हैं हम इस संसार के हिसाब से तो 80 और 20 के उस रेशियो के हिसाब से लोग चल सकते हैं. പക്ഷേ ആത്മലോകം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. पर जो आत्मिक दुनिया है वो इससे अलग है. ഇതിൽ മരിച്ചവനെ തള്ളിക്കൊണ്ട് നടക്കുന്നത് എളുപ്പമല്ല. इसमें मरे हुए को धक्का देके आगे चलाना बहुत मुश्किल അതുകൊണ്ട് है. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. इसलिए हम देखते हैं कि मरे हुए उन वस्तुओं को उसको जीवित करो करके प्रभु बोलते हैं. രണ്ടാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. हम देखते हैं दूसरे आयत में ये देखते हैं कि किसी काम को अपने परमेश्वर के निकट पूरा नहीं पाया मैंने. അതുകൊണ്ട് ഉണർന്നു കൊള്ളണം. इसलिए हमें जागृत होना जरूरी है. മൂന്നാം വാക്യം പറഞ്ഞ, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക. और तीसरे आयत में हम देखते हैं कि जो जो तुमने सुना है, जो जो तुमने प्राप्त किया है, उसको तुम ध्यान से समझो और उसकी सुधि करो. നീ പ്രാപിച്ചത് എവിടെ നിന്ന് എന്ന് ഓർക്കുക. तुम्हें ये जानना जरूरी है, याद करना जरूरी है कि तुमने कहां से इसको നീ प्राप्त किया. പ്രാപിച്ചത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. तुमने प्राप्त जो किया है वो प्रभु के वचन से है. എഴുതപ്പെട്ട ദൈവവചനത്തിൽ നിന്നാണ് നീ പ്രാപിച്ചത്. तुमने लिखे हुए वचन से प्राप्त किया है. നീ പ്രാപിച്ചത് എപ്രകാരമെന്ന് ഓർക്കുക. तुम कैसे इसको प्राप्त किए उसको तुम सोचो और നീ याद करो. കേട്ടത് എപ്രകാരമെന്ന് ഓർക്കുക. तुमने कैसे इसको सुना, तुम इनको याद करो. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ് വരുന്നത്. हम देखते हैं कि विश्वास जो है सुनने से और सुनना जो है वचन से आता है. നീ കേട്ടത് ദൈവത്തിന്റെ വചനമാണ്. तुमने जो सुना है वो वचन प्रभु का है. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക. तुमने जो जो प्राप्त किया और जो जो सुना तुमने उसको कैसे किया तुम उसको याद करो. നാം മറ്റുള്ളവരിൽ നിന്നും പകർത്തിയ അനേക ആശയങ്ങൾ നമുക്കുണ്ടാകാം. हम लोग देखते हैं कि कई लोगों से जो आए हुए कई सारे जो सोच विचार है यहाँ देखते हैं. നമ്മേക്കാൾ മൂത്തവരിൽ നിന്നും നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് തോന്നിയവരിൽ നിന്നും പല കാര്യങ്ങൾ നാം പകർത്തിയിട്ടുണ്ടാകാം. हम लोगों से बढ़कर जो है, हम लोगों से भी और श्रेष्ठ लोग हैं, उनके द्वारा जो आज सोच विचार है उसके बारे में भी अपनी जिंदगी में हम देखते ആ हैं. പകർപ്പുകൾ നമ്മെ ദൈവസന്നിധിയിൽ കൊന്നു നശിപ്പിക്കുന്നതത്രേ. पर हम देखते हैं कि वो जो चीजें, वो जो सोच विचार है वो हमारे जीवन में हम लोग को मार डालते നീ हैं. കേൾക്കുകയും
കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കുക. तुम याद करो कि कैसे तुमने प्राप्त किया और कैसे तुमने सुना. ദൈവസഭ കേട്ടതും പ്രാപിച്ചതും എങ്ങനെയെന്ന് ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞാലോചിക്കട്ടെ. कलीसिया कैसे प्राप्त की और कैसे उन्होंने सुना. हाँ, एक और बार मैं उसके बारे में सोचना चाहता हूँ. പുതിയ നിയമസഭ എന്ന പദം ബൈബിളിൽ ആദ്യം ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലാണ്. नए नियम की कलीसिया जो है, जो इसका हम स्थापित होना और उसका नाम वो जो आना, हम देखते हैं कि प्रेरितों की किताब 2 अध्याय उसके आखिरी वचनों में है. 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. 2 अध्याय में पहले आयत में जब हम पढ़ते हैं तो देखते हैं पेंतिकोस के दिन में हर कोई एक साथ आके खड़ा हुआ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടി അവരുടെ മേൽ വന്നു. पवित्र आत्मा बहुत सामर्थ्यशाली रूप में उनके ऊपर आया. കാണുവാനും കേൾക്കുവാനും ഉള്ളതുപോലെ ചില പ്രവൃത്തികളിലൂടെ ദൈവാത്മാവ് അവരെ നടത്തി. कुछ ऐसे क्रिया को हमने देखा जो देख सकते थे और सुन भी सकते थे. അത് കണ്ടുകൊണ്ട് ജനം ഓടിക്കൂടി. और जब वो देखा, जन ने वो देखा तो वो दौड़ के उधर आके खड़े हो गए. ഓടിക്കൂടിയവരോട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ മരത്തിൽ തറച്ചു കൊന്ന യേശുവിന്റെ നാമത്തിലാണ് ഇവിടെ അത്ഭുതം ഇവിടെ ഈ ദൈവപ്രവൃത്തികൾ നടക്കുന്നത്. हम देखते हैं कि जब सब लोग एक साथ आके खड़े हुए तो प्रेरित पत्रोस वहां पर खड़े होकर बोलते हैं कि जिस यीशु मसीह को तुमने सूली पर चढ़ाया उसी के द्वारा हम यहाँ पर इतने महान कामों को अंजाम होते हुए देखते പഴയ हैं. നിയമത്തിന്റെ പ്രവാചകനാകുന്ന യോവേൽ പറഞ്ഞതാണ് ഇവിടെ സംഭവിക്കുന്നത്. जो पुराने नियम में योवेल नबी जो कहते हैं वही है जो यहाँ पर हुआ है. പരിശുദ്ധാത്മാവ് ശക്തിയേറിയ പാപബോധം ജനത്തിന് കൊടുത്തു. पवित्र आत्मा देखते हैं कि एक महान पाप का एक बोध जो है हर एक व्यक्ति में डालते हैं. ആത്മാവിന് അനേക ഓഫീസുകളുണ്ട്. हम देखते हैं कि पवित्र आत्मा को कई सारे कार्यालय हैं. അഭിഷേകം ചെയ്തത് ആത്മാവാണ്. अभिषेक जो देता है वो भी आत्मा ही है. സംസാരിപ്പാൻ പത്രോസിന് കൃപ കൊടുത്തത് ആത്മാവാണ്. जो बात करने का जो कृपा था वो भी प्रभु, वो पवित्र आत्मा ही है जो पत्रोस को देते हैं. കേൾവിക്കാരന്റെ ഹൃദയത്തിൽ പാപബോധം കൊടുത്തതും പരിശുദ്ധാത്മാവാണ്. हम देखते हैं कि जो सुनने वाले व्यक्ति के दिल में जो पाप का जो बोध है वो भी पवित्र आत्मा ही नहीं दिया അവർ था. പത്രോസിനോട് ചോദിച്ചു, രക്ഷ പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ എന്തു വേണം? वो प्रेरित पत्रोस से पूछते हैं कि रक्षा या उद्धार पाने के लिए मैं हम क्या करें. നാം കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഞാൻ ഇതൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. हम ये जानना जरूरी है और इसलिए मैं इसके बारे में कह रहा हूं कि हमने कैसे प्राप्त किया और कैसे सुना. ഞങ്ങൾ എന്തു വേണമെന്ന് ചോദിച്ച ജനത്തോട് പത്രോസ് പറഞ്ഞ മറുപടി, हम लोग क्या करें, वो जन जब पूछा पत्रस से तो उनका जो उत्तर ये था. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടുക. पहली बात कि तुम मन फिराओ. രണ്ട്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. दूसरा, अपने पापों के क्षमा के लिए यीशु मसीह के नाम से तुम वहां पर बपतिस्मा लीजिए. ഇവിടെ യേശുവിന്റെ നാമത്തിൽ എന്നതിന് ഒരു വിശദീകരണം പറയാതെ നിവൃത്തിയില്ല. यहाँ पर अगर जो यीशु मसीह का नाम है उसके बारे में विस्तार से बात करना जरूरी है. യേശുവിന്റെ നാമത്തിൽ എന്ന വേദപുസ്തകത്തിൽ നമ്മുടെ വേദപുസ്തകത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതൊക്കെയും തന്നെ യേശു കൊടുത്ത അധികാരത്തിൽ എന്ന അർത്ഥത്തിലാണ്. यीशु मसीह का नाम जब हम देखते हैं तो अनुवाद के हिसाब से अगर देखें तो यीशु मसीह ने जो अधिकार दिया था उसके बारे में है. യേശു എന്ത് അധികാരമാണ് തന്നത്? तो यीशु मसीह ने क्या अधिकार दिया? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. जब हम मत्ती रचित सुसमाचार 28वें अध्याय को पढ़ते हैं तो हम देखते हैं यीशु मसीह को बोलते हुए कि तुम पिता, पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो. ഇതാണ് നിങ്ങൾ കേട്ടത്. यही है जो तुमने सुना. വിശ്വാസം കേൾവിയാൽ വരുന്നു. जो विश्वास है वो सुनने से आता है കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. और वो सुनना जो है वो प्रभु यीशु मसीह के वचन से आता है. പത്രോസ് പറഞ്ഞു, ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. पत्रोस कहते हैं कि पहला तुम मन फिराव करो. രണ്ട്, നിങ്ങൾ യേശുവിന്റെ അധികാരത്തിൽ സ്നാനപ്പെടണം. दूसरा, तुम यीशु मसीह के अधिकार से तुम बपतिस्मा മൂന്ന്, लो. നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. तीसरा, तुम यीशु मसीह पवित्र आत्मा को तुम उस प्राप्त करो. അത് ആത്മാവിന്റെ അഭിഷേകം എന്ന ആശയത്തിലാണ് പറയുന്നത്. और वो जो कहा गया है हम देखते हैं कि पवित्र आत्मा के अभिषेक को दर्शाता है. നാല്, നിങ്ങൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും വേർപെടണം, രക്ഷ പ്രാപിക്കണം. और हम देखते हैं चौथा जो है वो ये है कि तुम इस बुरी और दुष्ट जो पीढ़ी है उससे अलग होके चलो. മാനസാന്തരപ്പെടണമെന്നുള്ളത് ഒരു വാക്കിൽ പറഞ്ഞു നിർത്തി. जो मन फिराव है हम देखते हैं कि एक शब्द में उन्होंने बोल के खत्म किया. സ്നാനവും ആത്മാഭിഷേകവും ഓരോ വാക്കുകളിൽ പറഞ്ഞു നിർത്തി. हम देखते हैं कि बपतिस्मा और जो साथ ही साथ पवित्र आत्मा को प्राप्त करना वो एक एक बोली में बोल के खत्म कर എന്നാൽ दिया. പല വാക്കുകളാലും പ്രബോധിപ്പിച്ച് വക്രതയുള്ള ജനത്തിന്റെ നടുവിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ആവശ്യപ്പെട്ടു. पर हम देखते हैं कि कई सारी बोलियों को मिला के उन्होंने बोला कि इस दुष्ट
पीढ़ी से तुम हट कर चलो। അന്നത്തെ മതമായി അധപ്പതിച്ചു പോയ യഹൂദ സഭയിൽ അനേക ജാതികീയ പാരമ്പര്യങ്ങൾ ഇടകലർന്നിരുന്നു. हम देखते हैं कि उस समय का जो मद था, जो यहूदी मद था, उसमें कई सारे जो बाहर के और जातियों के जो आचार विचार थे आ खड़े हुए थे। ദൈവം ഇസ്രായേലിനെ വിളിച്ചത് ഒരു സഭയായിരിക്കേണ്ടതിനാണ്. जब इजराइल को हम देखते हैं तो देखते हैं कि प्रभु ने उनको एक सभा या कलीसिया के रूप में बुलाया था। പക്ഷേ അവർ അധപ്പതിച്ച് മതമായി പോയൊരു കാലമായിരുന്നത്. पर हम देखते हैं कि वो उधर से हट के एक मद बन के रह गए। അവർ തലമുറയിലുള്ള മറ്റുള്ളവരോട് ഇടകലർന്നു പോയി. वो देखते हैं कि पुराने पीढ़ियों से वो सब अलग होके एक अलग मात्र अलग रूप में चलना शुरू किया। നിങ്ങൾ അവിടെ നിന്ന് മടങ്ങി വരണമെന്ന് അനേക വാക്കുകളാൽ അവരെ പ്രബോധിപ്പിച്ചു. पर हम यहाँ देखते हैं कि कहा जाता है कि तुम उधर से वापस आओ। कई बोलियों में हम देखते हैं उसके बारे में। തുടർന്നവരോട് പറഞ്ഞു നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിൽക്കണം. उसके बाद उनको कहा गया कि तुम प्रेरितों के द्वारा दिए गए आदेशों में तुम जियो। ബൈബിൾ പൊതുവെ പഠിപ്പിക്കുന്നു ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകരുത്. बाइबल में लिखे हुए कई सारे जो आशा लिखे गए हैं उसमें तुम उसके हवा से यहाँ वहाँ जाओ मत। നിങ്ങൾ അപ്പോസ്തലിക ഉപദേശത്തിൽ നിലനിൽക്കണം. तुम प्रेरितों के द्वारा दिए गए आशाओं में आदेशों में तुम दृढ़ रहो। ആറാമതായി പറഞ്ഞു നിങ്ങൾ വിശുദ്ധ കൂട്ടായ്മയെ ആചരിക്കണം. छठे इसमें ये देखते हैं कि तुम एक अच्छा एक फेलोशिप यानी कि सहभागिता को संभाले रखो। നിങ്ങളുടെ സഭായോഗങ്ങളെ അലക്ഷ്യമായി കരുതരുത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. कहते हैं कि जो हमारे सभा में जो योग्य चलता है, जो हम लोग देखते हैं मीटिंग चलते हैं, उसमें हम लोग सिर्फ और सिर्फ बिना लक्ष्य के आके ना बैठे। നിങ്ങൾക്ക് ലോകത്തോടും ദൈവത്തോടും കൂടെ ഒരുപോലെ കൂട്ടായ്മ പാടില്ല. നിങ്ങൾ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലായിരിക്കണം. हम लोग प्रभु से और दुनिया से एक समान सहभागिता नहीं रख सकते। हमें एक पवित्र जीवन जीना जरूरी है। അടുത്തതായി അവരോട് പറഞ്ഞു നിങ്ങൾ കർത്താവിന്റെ തിരുമേശയിൽ പങ്കെടുക്കണം. उसके बाद कहते हैं कि तुम प्रभु के उस भाग में, प्रभु के उस टेबल पे तुम्हें भागी होना നിങ്ങൾ जरूरी है। വ്യവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. तुम व्यवस्था के अनुसार प्रभु से प्रार्थना करो। ഇതാണ് ആരംഭ ദിവസത്തിൽ അവർ കേട്ട ദൂത്. ये है जो पहले दिनों में उन्होंने सुना हुआ जो वाचा थी। നിങ്ങൾ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എപ്രകാരമെന്ന് ഓർത്ത് അതിനനുസരിച്ച് ജീവിക്കുക. तुमने जो सुना और जो प्राप्त किया उसको तुम याद करके अपने जीवन को बिताओ। എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രവൃത്തി ഞാൻ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. मेरे प्रभु की उपस्थिति में मैं देखता हूं कि तुम्हारे काम संपूर्ण नहीं थे। നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണമോ അപൂർണ്ണമോ എന്ന് ഇന്ന് ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. हमें ये जानना और जांचना जरूरी है कि जो हमारे काम है वो पूरे हैं या नहीं। നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എപ്രകാരമെന്ന് ഓർക്കുക. तुमने जो प्राप्त किया और जो सुना, कैसे तुमने ये सब कुछ किया, वो तुम्हें याद करना അത് जरूरी है। കാത്തുകൊള്ളുക. इसके बारे में तुम प्रतीक्षा। മൂന്നാമത്തെ വാക്യം തുടരുന്നു കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. और तीसरे आयत में हम देखते हैं कि बोलता है कि तुम उनके बारे उसको संभाले रखो और उसी के साथ साथ तुम मन फिराओ भी करो। അവിടെയും ഇവിടെയും നമ്മൾ വീണുപോയെങ്കിൽ വീണ്ടും വീണ്ടും മാനസാന്തരപ്പെട്ടേ മതിയാകൂ. और जब यहाँ वहाँ हम गिरते हैं तो हमें फिर से हमेशा मन फिराव की तरफ बढ़ना चाहिए। അനുതാപ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ എന്നുമെന്നും നാം മടങ്ങി വന്നേ മതിയാകൂ. एक प्रायश्चित करने वाले एक दिल के साथ हमें वहां पर प्रभु के सन्निधि में वापस आना चाहिए। മൂന്നാമത്തെ വാക്യം തുടരുകയാണ്. तीसरे आयत को हम फिर से आगे पढ़ेंगे। നീ ഉണരാതിരുന്നാൽ, अगर तुम नहीं जागते, എന്റെ ഈ വാണിങ്ങുകൾ നീ കൈകൊള്ളാതെ പോയാൽ, अगर जो मैं तुम्हें बता रहा हूँ वो तुम उसको नहीं समझते, ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയില്ല. मैं एक चोर के नाई आ जाऊंगा और तुम जानोगे भी नहीं कि किस घड़ी पे मैं നിന്റെ आया। മേൽ ഞാൻ ഒരു ദിവസം വരും. मैं एक दिन तुम्हारे ऊपर ഏത് आऊंगा। നാഴികയ്ക്കെന്ന് നീ അറിയുകയില്ല. किस घड़ी पे होगा वो तुम नहीं जानते। എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ എനിക്കുണ്ട്. फिर भी वस्त्र जो है अशुद्ध किए बिना एक समूह होगा जो सरदिस में है। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, ഭക്തി ജീവിതത്തെ വസ്ത്രത്തോട് ബൈബിൾ പല പ്രാവശ്യം ഉപമിക്കുന്നുണ്ട്. हम लोग अपने मसीही जीवन को एक वस्त्र के समान प्रभु देखते हैं कि तुलना करते हैं। കുറച്ചു പേർ ഉടുപ്പ് മലിനമാകാത്തവരാണ്. कुछ लोग ऐसे हैं जो अपने वस्त्र को अशुद्ध नहीं होने देते। സർദീസിലെ സഭയിൽ അനേകരുടെ വസ്ത്രങ്ങളിൽ കളങ്കം പിടിച്ചു. हम लोग देखते हैं कि सरदिस के जो कलीसिया में कई सारे लोगों के वस्त्र जो थे अशुद्ध हो गए। അനേകരുടെ വസ്ത്രങ്ങൾ വൃത്തികേടായി മാറി. कई सारे लोगों के वस्त्र जो थे बिल्कुल ही कीचड़ से भर गए। പക്ഷേ വസ്ത്രം മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. पर हम देखते हैं कि वस्त्र जो था अशुद्ध हुए बिना एक जन वहां पर था। ഏത് പിന്മാറ്റത്തിന്റെ നടുവിലും, ഏത് ചാവാറായതിന്റെ നടുവിലും ദൈവത്തിനൊരു ശേഷിപ്പുള്ളതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. किसी भी पीछे गिरने वाले अवस्था में, किसी भी मरने वाले अवस्था में भी एक ऐसा एक जन समूह है जो प्रभु के लिए खड़ा होता है। അഞ്ചാമത്തെ വാക്യം പറഞ്ഞു അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. हम देखते हैं कि 5वां आयत में लिखा है कि वो योग्य है इसलिए वो श्वेत वस्त्र पहन के प्रभु के साथ चलते हैं। ഉടുപ്പ് മലിനമായവർ എന്നോടുകൂടെ നടക്കുവാൻ യോഗ്യരല്ല.
जो अपने वस्त्र को अशुद्ध कर चुके हैं वो मेरे साथ चलने लायक लोग नहीं हैं। എനിക്ക് അവരോട് കൂട്ടായ്മയില്ല. मुझे उनके साथ कोई सहभागिता नहीं എനിക്ക് है। അവരോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അവരുടെ ഉടുപ്പ് അവർ മലിനമാകാതെ സൂക്ഷിച്ചേ മതിയാകൂ. मुझे अगर उनके साथ सहभागिता रखनी चाहिए, रखना जरूरी है, तो उन लोगों को अपने जीवन में जो वस्त्र है वो अशुद्ध हुए बिना रखना काफी ജയിക്കുന്നവൻ जरूरी है। ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. जो विजयी है वो श्वेत वस्त्र ഇന്ന് पहनेगा। നമ്മുടെ മുമ്പിൽ ഒരു പോരാട്ടമുണ്ട്. आज हमारे सामने एक बहुत बड़ा मल्लयुद्ध है। ആ പോരാട്ടത്തിൽ തോറ്റുപോകാതെ വിജയത്തിലേക്ക് പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. उस युद्ध में हम हारे बिना विजयी बन के यीशु मसीह में आगे बढ़े, ഈ ये मेरी സഭയുടെ प्रार्थना है। തോൽവി എന്ന് പറയുന്നത് അപൂർണമായ പ്രവൃത്തിയാണ്. इस सभा की जो अगर हम जो देखते हैं उनकी पराजय क्या है, तो वो ये है जो ऐसे काम उन्होंने किए जो पूर्ण नहीं थे प्रभु में। അവരുടെ വിശ്വാസം വലുതായിരിക്കാം, उनका विश्वास बहुत बड़ा हो सकता है, അവരുടെ പ്രത്യാശ വളരെ വലുതായിരിക്കാം, उनकी जो आशा है हो सकता है बहुत ज्यादा ശ്രേഷ്ഠതയേറിയ വിശ്വാസമായിരിക്കാം. हो सकता है सबसे श्रेष्ठ जो विश्वास हो सकता है പക്ഷേ उनका, നിന്റെ പ്രവൃത്തി ഞാൻ നോക്കുന്നു, അത് തകർന്നു പോയി. पर तुम्हारे काम जो है वो कम पड़ गए। പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. हम जानते हैं कि प्रवृत्ति या जो कामों के बिना जो विश्वास है वो मरा हुआ है। പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. अगर कामों के बिना किया हुआ विश्वास जो है वो मरा हुआ है, तो വിശ്വാസമില്ലാത്ത പ്രവൃത്തി വെറും വ്യർത്ഥ പ്രവൃത്തിയാ. विश्वास के बिना किए हुए सारे काम जो है वो व्यर्थ है। നാം ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു വിശ്വാസം വേണം, അതിനുടെ ആധാരം വേണം. अगर कुछ भी काम हमें करना जरूरी है, करना हम चाहते हैं, तो उसके पीछे एक विश्वास होना बेहद मूल्य है। ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ട് നടക്കുന്നവർക്കായി സ്തോത്രം. मैं उन लोगों का धन्यवाद करता हूं प्रभु में कि जो ये दोनों चीजों को एक साथ लेके आगे बढ़ते വെള്ളവസ്ത്രം हैं। ദൈവം നമ്മെ ധരിപ്പിക്കുകയല്ല, നാം വെള്ളവസ്ത്രം ധരിക്കുവാനാണ് കർത്താവ് हम ആവശ്യപ്പെടുന്നത്. देखते हैं कि जो श्वेत वस्त्र है वो प्रभु हमें नहीं पहनाते, पर वो श्वेत वस्त्र हमें खुद पहनना അവർ जरूरी है। യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. वो योग्य किस्म के लोग हैं, इसलिए वो श्वेत वस्त्र पहन के मेरे साथ चलेंगे। ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. विजयी व्यक्ति जो है वो श्वेत वस्त्र पहन के खड़ा होगा। അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ സന്നിധിയിലും അവന്റെ പേർ ഏറ്റുപറയും. हम देखते हैं कि लिखा हुआ है कि ऐसे उस व्यक्ति का नाम जो है मैं जीवन के पुस्तक से मैं हटाऊंगा नहीं और काटूंगा नहीं। എന്താണ് അവന്റെ പേർ ഞാൻ ഏറ്റുപറയുമെന്ന് പറയുന്നത്? क्यों है प्रभु यीशु मसीह बोलते हैं कि मैं उसका नाम पुकार के बोलूंगा? സഹോദരന്മാരെ, ഈ ദിവസങ്ങളിൽ ഒന്നിൽ കാഹളം ധ്വനിക്കും. अब मेरे भाइयों और बहनों, हम जानते हैं कि इन कहीं कुछ दिनों के अंदर ही एक तुरही फूकी जाएगी। ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. जो क्रिस्त में या यीशु मसीह में मरे हैं वो सब लोग सबसे पहले ജീവനോടെ जी उठेंगे। ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. और हम लोग जो जीवित है वो रूपांतर होके നാം उधर ഒരുമിച്ച് ऊपर चले യേശുവിനെ जाएंगे। എതിരേൽക്കേണ്ടതിന് മേഘങ്ങളിൽ എടുക്കപ്പെടും. हम लोग यीशु को मिलने के लिए हम लोग सब लोग एक साथ उठा लिए जाएंगे बादलों ആർക്കും की तरफ। എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരൻ കയ്യിൽ വെള്ളനില അങ്കികൾ കയ്യിൽ കുരുത്തോലകളുമായി സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. ऐसे एक संख्या जिसको हम लोग गिनती भी नहीं कर सकते, वैसा एक महान संख्या के लोग वहां पर आके खजूर के पत्तों को पकड़ के वहां खड़े होंगे। വെള്ളവസ്ത്രധാരികളായി തന്റെ മണവാട്ടി സഭ തന്നോടുകൂടെ സിംഹാസനങ്ങളിൽ ഇരിക്കും. श्वेत वस्त्र पहन के जो सभा है, जो प्रभु की जो कलीसिया है, वो प्रभु के साथ वहां बैठेगी। ഈ സമയം സ്വർഗ്ഗത്തിലെ ദൂതന്മാരും സ്വർഗ്ഗത്തിലെ മൂപ്പന്മാരും വന്നൊരു ചോദ്യം ചോദിക്കും. उस समय स्वर्ग में बैठे हुए दूतगण और वहां के जो प्राचीन लोग हैं वो एक सवाल पूछेंगे, ആരാണ് ഈ വലിയ സമൂഹം? कौन है ये बड़ी तादाद में लोग എണ്ണിത്തീരാത്ത ഈ മഹാപുരുഷാരും എവിടെ നിന്ന് വരുന്നു? जिनकी गिनती ना की जाए, अनगिनत ये लोग कौन है? ये ആരാണ് ഈ ജനം? कौन है ये जन? അവിടെയാണ് യേശു നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. वहां पर है यीशु मसीह जो हमारे बारे में गवाही देंगे। ഇവർ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. ये लोग मेरे खून के द्वारा जो उद्धार किए गए लोग അവരുടെ हैं। എല്ലാം വസ്ത്രങ്ങൾ പണ്ട് മോശമായിരുന്നു. उनके जो वस्त्र जो थे पहले बहुत अशुद्ध थे, എന്നാൽ അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ ആംഗി അലക്കി വെളുപ്പിച്ചവരാണ്. पर उन लोगों ने अपने वस्त्र को मेमने के लहू में धो എന്റെ दिया है। പിതാവിന്റെ മുമ്പിലും എന്റെ ദൂതന്മാരുടെ മുമ്പിലും അവരുടെ പേര് ഞാൻ ഏറ്റുപറയും. मैं अपने पिता और दूत लोगों के सामने मैं उनका नाम बोलूंगा। യേശു പറയുന്ന മറ്റൊരു വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. यीशु एक और बात बोलते हैं, मैं मुझे आपको याद दिलाना വ്യഭിചാരവും जरूरी है। കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ നാമത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ഞാനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ലജ്ജിക്കും. व्यभिचार और इस दुष्टता की इस दुनिया में कोई भी ऐसा व्यक्ति जो मेरे नाम के कारण नाम को लेने से निंदा या शर्म महसूस करता है, उसका नाम लेने के लिए मैं भी शर्मिंदा होऊंगा। എന്നെയും എന്റെ നാമത്തെയും കുറിച്ച് വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയിൽ ലജ്ജിക്കാത്തവരുടെ പേർ ഞാൻ എന്റെ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയും, ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും. मुझे और मेरे नाम को इस व्यभिचार और दुष्टता से भरे हुए दुनिया में जो लोग शर्मिंदा होते हैं लेने से, उसको मैं उनका नाम भी लेने से मैं വെളിപ്പാട് शर्मिंदा പുസ്തകം होऊंगा। 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം അത് തന്നെയാണ് പറയുന്നത്. हम देखते हैं प्रकाशित वाक्य 3 अध्याय और 5वीं आयत में कि आखिरी जो शब्द हैं वही दर्शाते हैं। വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ
കൂടെ നടക്കുന്നവന്റെ പേർ ഞാൻ എൻ്റെ പിതാവിൻ്റെയും തൻ്റെ ദൂതന്മാരുടെയും മുമ്പിൽ ഏറ്റുപറയും. जो वो श्वेत वस्त्र पहन के जो वहां पर खड़े होते हैं, उन लोगों का नाम जो है मैं प्रभु के सामने, अपने पिता के सामने मैं पुकारूंगा. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളകയില്ല. उनका नाम जो है मैं उस जीवन की पुस्तक से नहीं हटाऊंगा. സഹോദരന്മാരെ, ഗൗരവമേറിയ വേറൊരു കാര്യമാണിത്. मेरे भाई और बहनों, गहरी एक बात है यहाँ पर ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് രക്ഷിക്കപ്പെടുന്നവരുടേതാണ്. जीवन की पुस्तक में नाम लिखा हुआ जो लोग है वो रक्षा यानी कि उद्धार पाए हुए നാം लोग हैं. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. जब हम उद्धार पाते हैं तो हमारा नाम इस जीवन की पुस्तक में लिखा जाता യേശു है. പറയുന്നു, എൻ്റെ വെള്ളവസ്ത്രം ധരിക്കുന്നവന്റെ പേർ ഞാൻ മായിച്ചു കളകയില്ല. प्रभु यीशु मसीह कहते हैं कि जो व्यक्ति इस श्वेत वस्त्र को पहनते हैं उसका नाम मैं यहाँ से हटाऊंगा नहीं. അതിന്റെ അർത്ഥം പ്രവൃത്തിയിൽ താണുപോയവന്റെയും വീണുപോയവന്റെയും പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയുമെന്ന് തന്നെ അത്രേ. और अगर ऐसा है तो इसका मतलब ये है कि जो लोग काम में गिर जाते हैं, जो कामों में पूर्णता नहीं पाते हैं, उनका नाम इस पुस्तक से मिटा दिया जाएगा. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. आत्मा जो कलीसिया से कहता है वो हर एक व्यक्ति जिसके पास कान है वो सुने. അഞ്ചാം സഭയിലുള്ള സഭയുടെ ദൂതനോട് സംസാരിച്ചു തുടങ്ങുന്ന ദൂത്, पांचवें सभा या पांचवें कलीसिया से जो बोला गया है दूत के द्वारा, दूत को जो बोला गया है वहां पर जो लिखा है हम देखते हैं. എല്ലാ സഭയിലുമുള്ള എല്ലാവരോടും കൂടെ പറഞ്ഞു നിർത്തുന്ന ദൂതാണിത്. यहाँ पर हम देखते हैं जब खत्म होता है तो हर एक कलीसिया से बोला गया एक दूत है. യേശു സംസാരിച്ചു തുടങ്ങുന്ന ദൂത്, जब यीशु मसीह शुरू करके जो बोलते हैं, ആത്മാവ് പറഞ്ഞു നിർത്തുന്ന ദൂതാണ്. आत्मा जो है बोल के खत्म करने वाला दूत है. ചെവിയുള്ള എല്ലാവരും കേൾക്കുവാൻ, सुनने जिसके पास कान है वो हर कोई ഇന്ന് सुने. അനുസരിക്കുവാൻ തയ്യാറുള്ള ചെവിയുള്ള നമുക്കും ഈ ദൂത് ഏറ്റെടുക്കാം. आज भी जो आज्ञाकारी जो है वो सुनने को तैयार है, वो इस बातों को सुन के ग्रहण करे. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. हम प्रार्थना करके इस सत्र को खत्म करें. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് പകൽ ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ കൃപ ലഭിച്ചവർക്കായി അങ്ങയെ വാഴ്ത്തുന്നു. मेरे पिता, हम धन्यवाद करते हैं कि आपने एक इतना अच्छा मौका दिया कि हम इस बाइबल को अध्ययन कर पाए. അങ്ങയുടെ ദിവ്യനാമം ഇന്ന് ഉയരണമേ. आपका महान नाम जो है वो उठाया जाए. മഹത്വമുള്ള ബലമുള്ള നാമം ഇന്ന് ഉയരണമേ. आपका जो महान और सामर्थी नाम है उसकी महत्व हो यहाँ അത് पर. യേശുവിന്റെ നാമത്തിൽ തന്നെ. वो सब कुछ यीशु मसीह के नाम से. ആമേൻ. आमीन.